ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉഴുന്നില്ലാത്ത ഉഴുന്ന് വടേൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഉഴുന്നില്ലാത്ത ഉഴുന്ന് വടക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. കുറച്ച് ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുരുമുളക്, പിന്നെ ചോറ്, പിന്നെ വേവിച്ച ഉരുളക്കിഴങ്ങും. നമുക്ക് പകുതി ചോറ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മൊത്തമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും, പിന്നെ ഇഞ്ചിയും, വെളുത്തുള്ളിയും, പിന്നെ നമ്മളെ ഉള്ളിയും ഒക്കെ ഇട്ട് അരച്ചെടുക്കാം. ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കരിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പും കുറവുണ്ട്, ഉള്ളവർ അതും ചേർത്ത് അരച്ചെടുക്കുക. കുരുമുളക് പൊടിയുള്ളവരാണ് പൊടി ചേർക്കുക, ഇല്ലെങ്കിൽ കുരുമുളക് തന്നെ ചേർക്കുക. ഇനി നന്നായി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 സ്പൂണ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലയും മല്ലിച്ചപ്പും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് അതില്ല ഇട്ട് കൊടുക്കാൻ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറക്കാം. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണ ചൂടാകുമ്പോൾ പൊരിച്ചെടുക്കാം. നമ്മൾ ചുടുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല, കൈപൊള്ളുന്നതുകൊണ്ട് ഉമ്മയാണ് ചുടുന്ന വീഡിയോ എടുക്കുന്നത്. ഇത് ചുടേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഉഴുന്ന് വട ഉരുട്ടും പോലെ മാവ് ഉരുട്ടി എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ കൈ കുത്തിയിട്ട് അത് പരത്തി അതിന് ഒരു ഹോൾസ് വെച്ച് അത് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. പിന്നെ ഇതേപോലെ ഒരു ഉരുളയാക്കി ഇട്ട് കൊടുക്കുക. പൊരിക്കുന്ന നേരെ കാണിക്കാത്തത് ഉമ്മയാണ് പൊരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇതാ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കാം. ഇതാ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ഉഴുന്നില്ലാത്ത ഉഴുന്ന് വട. നമുക്കിനി ഇത് കഴിച്ച് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം, ഇൻഷാ അല്ലാഹ്.